ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത് മൂന്നിടങ്ങളിലാണ്. വയനാട്, ചേലക്കര, പാലക്കാട്. വയനാട് ലോക്സഭാ മണ്ഡലം, ചേലക്കരയും പാലക്കാടും നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ പാലക്കാട് കോൺഗ്രസിനെ സംബന്ധിച്ചും ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. കാരണം ആദ്യം കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് പ്രാധാന്യമുള്ളത് എന്ന് പരിശോധിക്കാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വിജയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ അനിവാര്യമായ ഒരു ആവശ്യമാണ്. കാരണം പാലക്കാട് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. 2011 2016 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ശക്തനായ നേതാവ് ഷാഫി പറമ്പിലിനെ 7000-ൻ്റെയും 10,000-ൻ്റെയും 3000-ൻ്റെയും ഒക്കെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കൊണ്ടുവന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സിറ്റിംഗ് സീറ്റായ പാലക്കാട് നിയമസഭാ മണ്ഡലം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്നത് ഇക്കുറി അത്ര ഉചിതമാകില്ല. അതിൻ്റെ പ്രധാന കാരണങ്ങൾ മറ്റു ചിലതാണ്. ഒന്ന്, വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ MLA ആയ ഷാഫി പറമ്പിലിനെയാണ് കെ മുരളീധരന് പകരം അവിടെ കോൺഗ്രസ് മത്സരിപ്പിച്ചത്. അതായത് സിറ്റിംഗ് സീറ്റായ പാലക്കാട്ടെ അത്രമേൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഒരു MLA വടകരയിലെ ഷുവർ സീറ്റിലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ വടകരയിൽ കെ മുരളീധരനെ പോലെ ശക്തനായൊരു നേതാവ് നിന്നിടത്തേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച കെ മുരളീധരൻ പരാജയപ്പെട്ടു പോയ സാഹചര്യത്തിൽ നേതൃത്വം അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പാലക്കാട് പിടിച്ചെടുത്തില്ല എങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ ഒരു വലിയ ഉൾപാർട്ടി പ്രശ്നമുണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. ഒപ്പം അണികൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു കോൺഗ്രസിലെന്ന ആവേശത്തെ തണുപ്പിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. കൂടാതെ 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കിയില്ല എങ്കിൽ 2026 കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസമുള്ള അണികളിൽ അത് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് പാലക്കാട് വിജയിക്കേണ്ടത് കോൺഗ്രസിൻ്റെ അനിവാര്യത തന്നെയാണ്. ഇനി ഏത് നേതാവിനാണ് പാലക്കാട്ടെ പരാജയം അല്ലെങ്കിൽ പാലക്കാട് വിജയിച്ചില്ലെങ്കിൽ അത് വലിയ ക്ഷീണമായി മാറുക? അത് സാക്ഷാൽ കെ മുരളീധരന് തന്നെയാണ്. കാരണം കെ മുരളീധരനാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നൽകിയിട്ടുള്ളത്. പാലക്കാട് കൂടി ഒരു തെരഞ്ഞെടുപ്പ് കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായാൽ അത് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുമെന്നും നിസ്സംശയം പറയുവാൻ സാധിക്കും. വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മത്സരിക്കുവാനെത്തിയ കെ മുരളീധരൻ ആദ്യഘട്ടം മുതൽ എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത് അവിടെ കോൺഗ്രസ് വിജയിക്കുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ കോൺഗ്രസ് അവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. എല്ലാ കാലത്തും കോൺഗ്രസ് ഒരു ചാവേറ് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലുമൊക്കെ മുൻനിരയിൽ നിർത്തി പോരാട്ടം നടത്തുന്ന കെ മുരളീധരൻ്റെ തുടർച്ചയായുള്ള പരാജയത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായുള്ള തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ നേതൃത്വം കെ മുരളീധരനെ ഏൽപ്പിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ പാലക്കാട് കൈവിട്ടു പോയാൽ ആ കുറ്റങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് കെ മുരളീധരനിലേക്ക് തന്നെയാകും. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളാണ് കെ മുരളീധരൻ പാലക്കാട് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് സ്വാധീനമുള്ള പഞ്ചായത്തുകൾ തിരിച്ച്, കോൺഗ്രസിന് സ്വാധീനമുള്ള ബൂത്തുകൾ തിരിച്ച്, അടിത്തട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാൻ സജ്ജരാക്കി മാറ്റുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് ആദ്യമായി കെ മുരളീധരൻ മുൻപോട്ട് വയ്ക്കുന്നത്. കൂടാതെ എത്ര വോട്ടുകളാണ് കോൺഗ്രസിന് ലഭിക്കുക എന്ന കണക്കൂട്ടൽ, വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ലാത്തവരുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ എന്നതടക്കം ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ താഴെത്തട്ടിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയാണ് കെ മുരളീധരൻ. അതിൻ്റെ പ്രധാന കാരണം പാലക്കാട്ടെ പരാജയം വലിയ തിരിച്ചടിയായി മാറുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ കെ മുരളീധരൻ ആയിരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കുറ്റപ്പെടുത്തലുകൾ ഏറെ വരും. കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ പോരടിക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലം BJPയുടെ കരങ്ങളിലേക്ക് പോയാൽ, എന്നാലും കെ മുരളീധരന് ഒരു സേഫ് മണ്ഡലമായി തന്നെയാണ് പാലക്കാട് തോന്നുന്നത്. അതിന് അദ്ദേഹം ചില കാരണങ്ങളും പറയുന്നുണ്ട്. പാലക്കാട് എന്തുകൊണ്ടാണ് 3300 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയത് എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഒരിക്കലും പാലക്കാട് കൈവിടും എന്നുള്ള അഭിപ്രായക്കാരനല്ല. കാരണം പലരും പറയുന്നത് ഇപ്പോൾ ശ്രീധരൻ മെട്രോമാൻ 3800 വോട്ടിനാണ് പരാജയപ്പെട്ടത്, അതുകൊണ്ട് ഇനി ബൈ ഇലക്ഷൻ വരുമ്പോൾ ഇത് കവർ ചെയ്യുന്നതാണ്. ഒരിക്കലും കവർ ചെയ്യാൻ കഴിയില്ല BJPക്ക്. കാരണം ശ്രീധരൻ ജയിക്കാൻ കാരണം, അല്ല ഇത്രയും അടുത്തെത്താൻ കാരണം, ഈ ശ്രീധരൻ വന്നാൽ അവിടെ മുമ്പ് തറക്കല്ലിട്ട കോച്ച് ഫാക്ടറി വീണ്ടും വരും, മെട്രോ കൊണ്ടുവരും, പാലക്കാടിൻ്റെ മെട്രോ കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള ധാരണയിൽ കുറേ കോൺഗ്രസ് അനുകൂല വോട്ടുകളും ശ്രീധരന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ BJP ജയിക്കില്ല എന്ന് ഞാൻ പറയാൻ കാരണം
ഈ BJP UDF ആയിട്ട് മത്സരിക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ്. എന്നാൽ മാത്തൂർ പഞ്ചായത്ത്, പിരാഗിരി പഞ്ചായത്ത്, കണ്ണാടി പഞ്ചായത്തുകൾ, ഈ 3 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയാണല്ലോ പാലക്കാട് അസംബ്ലി. ഇവർ ഈ പറയുന്ന പഴയ പാലക്കാടാണ്, ഈ മങ്കരയും ഒക്കെയുള്ള അത് പഴയ പാലക്കാട്. പുതിയ പാലക്കാടിനെ സംബന്ധിച്ച് ഒരു മുനിസിപ്പാലിറ്റി 3 പഞ്ചായത്തേ ഉള്ളൂ. മുനിസിപ്പാലിറ്റിയിൽ LDFും UDFും ആയിട്ട് മത്സരിക്കുന്നു, പഞ്ചായത്തുകളിൽ UDFും LDFും ആയിട്ട് മത്സരിക്കുന്നു. മുനിസിപ്പാലിറ്റി UDFും BJP ആയിട്ട് മത്സരിക്കുന്നു, 3 UDF LDF ആയിട്ട് മത്സരിക്കുന്നു. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിലെ വോട്ട് കൊണ്ട് മാത്രം BJPക്ക് ജയിക്കാൻ കഴിയില്ല. സോ നോർമൽ കോഴ്സിൽ LDFും UDFും BJP ആയിട്ട് ഒരു 10,000 വോട്ട് മിനിമം ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചു 2016. ഷാഫി അന്ന് ജയിച്ച 11,000 വോട്ടിനാണ്. അതാണ് ശരിക്കുള്ള വോട്ടിൻ്റെ കണക്ക്. കഴിഞ്ഞ ലോക്സഭയിൽ ശ്രീകണ്ഠൻ 9,400 വോട്ടിൻ്റെ ലീഡുണ്ട് BJPയേക്കാൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് സാഹചര്യം വെച്ച് കൂട്ടിക്കഴിച്ച് നോക്കിയാലും പാലക്കാട് ഒരിക്കലും BJP ജയിക്കില്ല. എന്നാൽ മത്സരം UDFും BJPയും തമ്മിലാണ്. അതുകൊണ്ട് UDF സ്ഥാനാർത്ഥി ഒരു 10,000 വോട്ടിനെങ്കിലും ജയിക്കുന്നതാണ് എൻ്റെ റീഡിങ്. LDF 3-ാം സ്ഥാനത്ത് പോകും. അല്ല, അത് ഇപ്പോൾ അവിടുത്തെ ലോക്കലായിട്ടുള്ള പേരുകൾ വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുണ്ട്, അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ്. എല്ലാ രംഗത്തും അദ്ദേഹം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അങ്ങനെ പ്രദേശം നോക്കേണ്ട ആവശ്യമില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. 2 അവിടെ DCC പ്രസിഡൻറ്റ് തങ്കപ്പനുണ്ട്. തങ്കപ്പൻ വളരെ സീനിയറാണ്, 87 മത്സരിച്ച ആളാണ് മലമ്പുഴയിൽ. കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് ഡോക്ടർ സരീനുണ്ട്. അപ്പോൾ ഈ 3 പേരുകളാണ് ഇപ്പോൾ പാർട്ടിയുടെ പരിഗണനയുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിലേക്ക് കടന്നിട്ടില്ല, ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ഇലക്ഷൻ കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും, ഹൈക്കമാൻഡിൻ്റെ അംഗീകാരത്തിന് അയക്കും. സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ ആയതുകൊണ്ട് അദ്ദേഹം തന്നെ അവിടെ നേരിട്ട് ഹൈക്കമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന പേരുകളുടെ അപ്രൂവൽ വാങ്ങും. ഈ ശ്രീധരൻ എന്ന ഘടകമാണ് BJPക്ക് 2021 വലിയ വോട്ട് നേടിക്കൊടുത്തത്. കാരണം ഈ ശ്രീധരൻ പാലക്കാട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി നിൽക്കുന്ന ഈ ശ്രീധരൻ പാലക്കാടിൻ്റെ MLA ആയി വന്നാൽ പാലക്കാട് വലിയ വികസനം ഉണ്ടാകുമെന്ന് ധരിച്ചിരുന്ന പാലക്കാട്ടുകാർ ഈ ശ്രീധരന് വോട്ട് കൊടുക്കുകയായിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ വാദം ഒരു പരിധിവരെ ശരിവെക്കുവാൻ സാധിക്കുന്നതാണ്. കാരണം മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും മികച്ച മുന്നേറ്റം കൈവരിച്ചിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയിട്ടുള്ള ഷാഫി പറമ്പിൽ ഈ ശ്രീധരൻ്റെ മുൻപിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ വിയർത്താണ് വിജയിച്ചു വന്നത്. അതുകൊണ്ട് ആര് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും കോൺഗ്രസ് തന്നെ വിജയിക്കുമെന്ന് കെ മുരളീധരൻ അടിവരയിട്ട് പറയുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണവും അതുതന്നെയാണ്. ഈ ശ്രീധരൻ ഇക്കുറി മത്സരിക്കുവാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ ആര് എന്ന ചോദ്യവും BJPയിലുണ്ട്. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള കെ സുരേന്ദ്രൻ അടക്കമുള്ള പലരുടെയും പേരുകൾ അവിടെ ഉയർന്നു വരുന്നുണ്ട്. എങ്കിലും മുൻനിരയിൽ കേൾക്കുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ തന്നെ പേരാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3,300 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലും മാത്രം വിജയിച്ചിട്ടുള്ള ഷാഫി പറമ്പിലിനെ ഇക്കുറി ഭൂരിപക്ഷം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ പരാജയപ്പെടുത്തുവാൻ സാധിക്കും. ഒരു ശക്തനായ സ്ഥാനാർത്ഥിയാണ് BJP നിർത്തുന്നത് എങ്കിൽ എന്ന കണക്കൂട്ടലാണ് BJP പാളയത്തിൽ ഇപ്പോൾ ശക്തമായുള്ളത്. അതിൻ്റെ ഭാഗമായാണ് JP നദ്ദ അടക്കമുള്ള ദേശീയ നേതാക്കന്മാരെല്ലാം പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുന്നത്. പഞ്ചായത്തുകളും നഗരസഭയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ പ്രവർത്തനമാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവുള്ള കെ മുരളീധരൻ കോൺഗ്രസ് പാളയങ്ങളിലും എല്ലാ പടയൊരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9,700 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മാത്രം VK ശ്രീകണ്ഠന് ലഭിച്ചിരിക്കുന്നത് എന്നതും കെ മുരളീധരനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം ഏറ്റുന്നത് തന്നെയാണ്. അതുകൂടി കണക്കിലെടുത്താണ് കെ മുരളീധരൻ പാലക്കാട് കോൺഗ്രസ് വിജയിക്കുമോ എന്ന ചോദ്യത്തിന് പാലക്കാട് കോൺഗ്രസ് വിജയിക്കുക തന്നെ ചെയ്യും, അതും 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്ന കണക്ക് വരെ നിരത്തി അടിവരയിട്ട് പറയുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണത്തിലൊന്ന്. ഇനി ആരായിരിക്കും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ പോകുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിനും 3 നേതാക്കന്മാരുടെ പേരാണ് കെ മുരളീധരൻ മുൻപോട്ട് വയ്ക്കുന്നത്. പാർട്ടി കൃത്യമായ ചുമതല പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കെ മുരളീധരനെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കെ മുരളീധരൻ പറയുന്ന പേരുകൾക്കും സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രാധാന്യമേറെയാണ്. അദ്ദേഹം പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും ഒപ്പം IAS എന്ന വലിയ ബഹുമതി ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡോക്ടർ സരിനും
കൂടാതെ കാലങ്ങളായി പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ രാഷ്ട്രീയ പോരാട്ടം നടത്തി DCC അധ്യക്ഷനായി നിൽക്കുന്ന എ തങ്കപ്പൻ അടക്കമുള്ള 3 നേതാക്കന്മാരുടെ പേരുകളാണ് കെ മുരളീധരൻ മുൻപോട്ട് വെക്കുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏത് മണ്ഡലത്തിലും മത്സരിപ്പിക്കാം, അദ്ദേഹം ഒരു സംസ്ഥാന മുഖമാണ് എന്ന് പറയുമ്പോൾ പാലക്കാട്ടെ നിലവിലുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി അവിടേക്ക് ഡോക്ടർ സരിനെ പോലെ വിദ്യാസമ്പന്നനായ ഒരു നേതാവിനെ മത്സരിപ്പിക്കാമെന്ന കണക്കൂട്ടലും കോൺഗ്രസിനുള്ളിൽ ഉടലെടുക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക തലത്തിൽ സ്വാധീനമേറെയുള്ള എ തങ്കപ്പൻ്റെ പേരും ഐ ഗ്രൂപ്പ് മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഇവിടെ ജനസ്വീകാര്യതയുള്ള ജനങ്ങൾക്ക് ഏറെ അറിയാവുന്ന രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെടുന്നവരും നിരവധിയാണ്. എന്തായാലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റെയും KPCCയുടെയുമാണ്. ഒടുവിൽ തീരുമാനമെടുത്ത് ആരായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ വരിക എന്ന ചോദ്യത്തിനും പ്രസക്തിയേറെയാണ്. ഈ 3 പേരിൽ ഒരാരായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. പ്രാദേശിക വികാരം പ്രതിഫലിക്കുകയാണ് എങ്കിൽ രാഹുൽ മാങ്കൂട്ടം മാറും. അവിടേക്ക് പിന്നെ വരുന്ന പേര് ഡോക്ടർ സരിൻ്റെയും എ തങ്കപ്പൻ്റേതുമായിരിക്കും. എന്തായാലും അന്തിമ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതായുണ്ട്. ഷാഫി പറമ്പിൽ ഉരുക്കുകോട്ടയായി പിടിച്ചു നിർത്തിയ കോൺഗ്രസിൻ്റെ പാലക്കാട് നിയമസഭാ മണ്ഡലം 2024 നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കുമെന്ന് BJP പറയുമ്പോൾ വിട്ടുകൊടുക്കില്ല എന്ന അടിവരയിട്ട് പറയുന്നു കണക്ക് നിരത്തി കെ മുരളീധരൻ. എന്തായാലും കണ്ടറിയണം പാലക്കാട്ടെ രാഷ്ട്രീയ പോരാട്ടം കെ മുരളീധരനും കോൺഗ്രസിനും തിരിച്ചടിയാകുമോ അതോ കെ മുരളീധരൻ്റെ വിജയ കിരീടത്തിലെ ഒരു പൊന്തൂവലായി മാറുമോ എന്ന്.